ഇപ്പോൾ യുവമോർച്ചയുടെ പ്രതിഷേധമാണ് കാണുന്നത്. യുവമോർച്ചക്കാർ അവിടെ ബാരിക്കേഡിന് മുകളിൽ കയറുന്ന മുദ്രാവാക്യം വിളിക്കലാണ്. പോലീസ് അവിടെ അസാധ്യമായ സംയമനത്തോടെ ക്ഷമയോടുകൂടി കാത്തു നിൽക്കുന്ന കാണാം. ഇന്നലെ കഴിഞ്ഞ ദിവസം KSUക്കാരോട് കാണിച്ച ആ മർദ്ദനം, ആ കൂട്ടത്തൽ എന്തായാലും യുവമോർച്ച പ്രവർത്തകരോട് പോലീസ് കാണിക്കുന്നില്ല. നല്ല കാര്യം, ആരെയും തല്ലാതിരിക്കട്ടെ. മാത്രമല്ല നവകേരള സദസ്സിന്റെ യാത്രക്കുടനീളം അവസാന ദിവസങ്ങളിൽ യുവമോർച്ചക്കാരും പ്രതിഷേധത്തിനിറങ്ങിയെങ്കിലും യൂത്ത് കോൺഗ്രസുകാരെ ഡിവൈഎഫ്ഐക്കാർ മർദ്ദിക്കുന്നത് മാത്രമേ കേരളം കണ്ടുള്ളൂ. യുവമോർച്ചക്കാരോട് അന്ന് ഡിവൈഎഫ്ഐയും അസാധ്യമായ അപരിമേയമായ ഒരു ക്ഷമ അവർ കാണിക്കുന്നത് കണ്ടിരുന്നു. അപ്പോൾ ആ ക്ഷമയുടെ തുടർച്ച പോലീസും കാണിക്കുന്നു. പോലീസിന് യുവമോർച്ചക്കാരെ തല്ലണ്ട എന്ന നിർദ്ദേശമുണ്ടോ എന്നറിയില്ല. അതോ ഇതിന് തുടർച്ചയിൽ സംഘർഷത്തിലെ കാര്യങ്ങൾ പോകുമോ എന്നും അറിയില്ല. എന്തായാലും സംഘർഷ തലസ്ഥാനമാണ്. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണ അവിടെ ബാരിക്കേഡ് മുകളിൽ കയറുന്നുകൊണ്ട് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയാണ്. സമാനമായ കാഴ്ച നമ്മൾ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിനിടയിലൊക്കെ കണ്ടിരുന്നു. യൂത്ത് കോൺഗ്രസിന് മാർച്ചിനിടയിൽ പോലീസ് സംയമനം പാലിച്ചുവെങ്കിലും കയ്യിൽ ഒറ്റയ്ക്ക് കിട്ടിയ പ്രവർത്തകരെയൊക്കെ വളഞ്ഞിട്ട് കൂട്ടത്തോടെ അടിച്ച് തലപൊട്ടിക്കുന്ന കാഴ്ചകൾ നമ്മൾ യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടയിലും കണ്ടു. എന്തായാലും ഇവിടെ അങ്ങനെ ഒരു മർദ്ദനമൊന്നും എന്തായാലും ഇല്ല. യുവമോർച്ച പ്രവർത്തകർക്ക് സമാധാനമായി പരമാവധി പ്രതിഷേധിച്ച് മടങ്ങാനുള്ള അവസരം അവിടെ പോലീസ് ഒരുക്കുന്നുണ്ട്. നല്ല കാര്യം, ജനാധിപത്യമാണ്. ജനാധിപത്യത്തിൽ അങ്ങനെ പ്രതിഷേധങ്ങൾക്കുള്ള അവസരമുണ്ട് എന്ന് യുവമോർച്ചക്കാരോട് പോലീസിന് തോന്നുന്നത് നല്ല കാര്യം. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട്. അലക്സ്, എന്താണ് അവിടുത്തെ കാഴ്ച? നമ്മൾ നവകേരള സദസ്സിന്റെ അവസാന ദിവസങ്ങളിൽ കണ്ടതാണ്. യുവമോർച്ചക്കാർ ഈ പറയുന്ന കരിങ്കൊടിയുമായി പ്രതിഷേധമായി വരുമ്പോൾ ഡിവൈഎഫ്ഐ ഒന്നും മിണ്ടാതെ യൂത്ത് കോൺഗ്രസ്സുകാർ മാത്രം അടിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും അതുപോലെ പോലീസും യുവമോർച്ചക്കാരോട് അവിടെ സംയമനമാണ്. അടിക്കാൻ പറയുന്നതല്ല, അടിക്കണ്ട. ആരായാലും ഏത് പ്രവർത്തകരാണെങ്കിലും അടിക്കൽ ഇൻഹ്യൂമൻ ആണല്ലോ. എന്തായാലും സമാധാനപരമായി അവിടെ പ്രതിഷേധം പുരോഗമിക്കുന്നുണ്ടല്ലോ അല്ലേ അലക്സ്? ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഒന്ന് നവകേരള സദസ്സിന്റെ സമാപന ദിവസമാണ്. 36 ദിവസം നീണ്ടുനിന്ന നവകേരള സദസ്സ്. ആ നവകേരള സദസ്സ് അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ അത് ജനങ്ങൾക്ക് എത്രമാത്രം ജനദ്രോഹമായിരുന്നു എന്ന് വിളിച്ചു പറയുകയാണ് പ്രതിപക്ഷം. യുവമോർച്ച നേരത്തെ തന്നെ ആഹ്വാനം ചെയ്ത സമരമാണ്. യുവമോർച്ച പ്രവർത്തകർ എണ്ണം കൊണ്ട് കുറവായിരുന്നു. അവർ പ്രതിഷേധ മാർച്ചുമായി ഇവിടേക്ക് എത്തി ബാരിക്കേഡ് ഭേദിക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്ത് നിന്ന് പലതവണ ഉണ്ടായി. പോലീസ് ജലപീരങ്കി പലതവണ പ്രയോഗിച്ചു. പോലീസുമായി അവർ ഒരു കയ്യാങ്കളിയും വാക്കേറ്റത്തിനും ഒക്കെയുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. പോലീസ് ആ സമയത്ത് സ്വാഭാവികമായ സംയമനം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംയമനം പാലിക്കുക തന്നെയായിരുന്നു. തൊട്ടു പിന്നാലെ അവർ ഈ സെക്രട്ടേറിയറ്റ് മതിൽ ചാടിക്കിടക്കാനുള്ള ശ്രമം ആ മേഖലയിൽ നിന്ന് പോലീസുകാരുമായി ഉന്തും തള്ളും വാക്കേറ്റവും ഒക്കെ ഉണ്ടാക്കി. അവിടെയും പോലീസ് അവരെ മറ്റു രീതിയിൽ പ്രതിരോധിച്ചില്ല. അതായത് തടയുക മാത്രമാണ് ചെയ്തത്. വേറെ രീതിയിൽ അത്തിയോ അല്ല മറ്റു പ്രയോഗങ്ങളൊന്നും നടത്തിയില്ല. അതിനുശേഷമാണ് ഈ പ്രവർത്തകർ, അതായത് സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ, യുവമോർച്ചയുടെ നേതാക്കൾ ബാരിക്കേഡിന് മുകളിൽ, അതായത് ഈ നോർത്ത് ഗേറ്റിന്റെ മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന ബാരിക്കേഡിന് മുകളിൽ കയറി നിൽക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് പ്രഫുൽ കൃഷ്ണൻ ഈ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് കാണുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യുവമോർച്ച അതുപോലെ BJP അടക്കമുള്ള മറ്റു കക്ഷികൾ, നേരത്തെ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ സമരം വിവിധയിടങ്ങൾ നമ്മൾ കണ്ടതാണ്. 4ഓളം മണ്ഡലങ്ങളിൽ നിന്ന് നവകേരള സദസ്സ് പുരോഗമിക്കുന്നുണ്ട്. ആ വഴിയിലുടനീളം ഈ പ്രതിഷേധം ഉണ്ടാകും എന്നവർ നേരത്തെ തന്നെ ആഹ്വാനം ചെയ്തതാണ്. അത്തരത്തിൽ ഇന്നും വിവിധ ഇടങ്ങളിൽ വിവിധ മണ്ഡലങ്ങളിലേക്കുള്ള വഴിമധ്യമൊക്കെ യുവമോർച്ച പ്രവർത്തകരുടെയും BJP പ്രവർത്തകരുടെയൊക്കെ പ്രതിഷേധം ഉണ്ട് എന്നവർ പറയുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ വലിയ പോർമുഖം തുറക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഈ നവകേരള സദസ്സ് കൊണ്ട് പൊതുജനങ്ങൾക്ക് എന്ത് ഗുണമാണ് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പറയാൻ തയ്യാറാകണം. ഇത് ജനദ്രോഹ സർക്കാരാണ്, ജനവിരുദ്ധ സർക്കാരാണ്. വിലക്കയറ്റം ഈ നാട്ടിലുണ്ടായിട്ട് ഇവർക്ക് എന്തു ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നു. മാത്രമല്ല ഇതിനെതിരെ സമരം ചെയ്തവർ, യുവമോർച്ച പ്രവർത്തകരാകട്ടെ അതല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ആകട്ടെ, സമരം ചെയ്തവരെ പോലീസ് കൈകാര്യം ചെയ്യുകയാണ്, അടിച്ചൊതുക്കുകയാണ്. ഇത് അംഗീകരിക്കാനാകില്ല എന്നാണ് യുവമോർച്ച പറയുന്നത്. യുവമോർച്ചയുടെ ഒരു സമരം നമ്മൾ കണ്ടതാണ്. നവകേരള മാർച്ച് ഏതാണ്ട് പത്തനംതിട്ട കൊല്ലം മേഖലയൊക്കെ പിന്നിടുമ്പോഴാണ് യുവമോർച്ച അതിൽ ആക്റ്റീവ് ആകുന്നത്. ആ സമയം മുതൽ യുവമോർച്ച ആ സമരത്തിലുണ്ട്. ഈ വിവിധ ഇടങ്ങളിൽ കരിങ്കൊടി കാണിക്കാനും അതുപോലെ ഈ നവകേരള ബസ്സിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ പ്രതിഷേധിക്കാനുമുണ്ട്. ഇപ്പോൾ കാണുന്നത് ടയറുകൾ കൂട്ടിയിട്ട് യുവമോർച്ച പ്രവർത്തകർ കത്തിക്കുന്നതാണ്. അതായത് ടയറുകളുമായാണ് ഇവർ എത്തിയത്. അത് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയാണ്. നോർത്ത് ഗേറ്റിന് മുന്നിൽ ബാരിക്കേഡിന് മുന്നിൽ ടയറുകൾ കത്തിക്കുകയാണ്. അവരുടെ പ്രതിഷേധമുറ അങ്ങനെ നടക്കുകയാണ്. പോലീസ് എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം KSUവിനൊക്കെതിരെ സ്വീകരിച്ചതുപോലെ ഒരു നയം കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ അല്പം മുമ്പ് കോൺഗ്രസ് സമരത്തിന് നേരെ സ്വീകരിച്ചൊരു നയം ഇതിൽ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. യുവമോർച്ച പ്രവർത്തകർ ഒന്ന് ആളെണ്ണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആളെണ്ണം കൊണ്ട് വളരെ കുറവാണ് പ്രവർത്തകരുടെ എണ്ണം കുറവാണ്. ഇപ്പോൾ ഈ ഏതാണ്ട് 5 ടയറുകൾ അവരിവിടെ ഉരുട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആ ടയറുകളിൽ പെട്രോൾ ഒഴിച്ച് അത് കത്തിച്ച് സംസ്ഥാന സമിതിയുടെ പ്രതിഷേധമല്ലേ അലക്സ്? ഇപ്പോൾ ഇത്രയും യുവമോർച്ചയ്ക്ക് തിരുവനന്തപുരത്ത് ആകെ ഇത്ര സംഘടന വരെയുള്ളൂ. ഹാഷ്മി, അതിൽ BJP യുവമോർച്ച പ്രവർത്തകർ പറയുന്നത് ഇന്ന് കൂടുതൽ സമരങ്ങൾ വേറെ ഇടങ്ങളിലുണ്ട്. നേമമണ്ഡലത്തിലെ ഈ നവകേരള സദസ്സ് നടക്കുന്ന വേദിയിലേക്ക്, അതാ പൂജപ്പുരയിലേക്ക്, പൂജപ്പുര മൈതാനത്തിന് സമീപമുള്ള മണ്ഡപത്തിലേക്ക് BJP മാർച്ച് നടത്തുന്നുണ്ട് 2:30 മണിക്ക്. അതുപോലെ തന്നെ വിവിധ ഇടങ്ങളിൽ കഴക്കൂട്ടം മേഖലയിലേക്കുള്ള നവകേരള മാർച്ചിനൊക്കെതിരെ വലിയ പ്രതിഷേധം BJP യുവമോർച്ച സംഘടിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ഇത് ജില്ലാ കമ്മിറ്റി ആഹ്വാനം ചെയ്ത പരിപാടിയാണ്. നന്നേ ആൾ കുറവുണ്ട്. അത് യുവമോർച്ചയുടെ സംഘടനാ ബലത്തെ ചോദ്യം ചെയ്യുന്നത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം നേരത്തെ തന്നെ യുവമോർച്ച പ്രവർത്തകർ ഈ സമരം ആഹ്വാനം
ആഹ്വാനം ചെയ്തതാണ്, കാൾ ചെയ്തതാണ്, ഇതിന് സംബന്ധിച്ച നിർദ്ദേശം താഴെത്തട്ടിൽ കൊടുത്തതാണ്. പക്ഷേ പ്രവർത്തകർ ഇല്ല എന്നുള്ളത് വലിയ പോരായ്മയെ അവരെ ഈ സമരത്തെ ബാധിച്ചു എന്നുള്ള കാര്യം നിലനിൽക്കുന്നുണ്ട്. പോലീസ് ആ സമരത്തിന് നേരെ കണ്ണടയ്ക്കുന്നു എന്നുള്ളതാണ്. ആ സമരത്തിന് ഒരു മുഖം കൊടുക്കേണ്ട, ഒരു നില കൊടുക്കേണ്ട, തങ്ങളായി ആക്രമിച്ച സമരത്തിന് ഒരു പിക്ചർ, ഒരു രൂപം അല്ലെങ്കിൽ ഒരു ലൈവായിട്ട് അത് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ശ്രമം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായി തന്നെയുണ്ട്. പക്ഷേ ആ സമരം എങ്ങനെയും ആക്റ്റീവാക്കി നിർത്തി അത് നിറഞ്ഞു നിൽക്കാൻ, അത് മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കാൻ, അത് പൊതുമധ്യത്തിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ പരമാവധി യുവമോർച്ച പ്രവർത്തകർ നടത്തുന്നുണ്ടെന്നുള്ളതാണ് മേഖലയിൽ അല്ലെങ്കിൽ ഈ പ്രദേശത്ത് കാണുന്ന ഒരു കാഴ്ച. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പല തവണ പോലീസിന് നേർക്ക് അവർ പ്രകോപനം സൃഷ്ടിച്ചു. പോലീസിന് നേർക്ക് കയ്യാങ്കളിയും അതുപോലെ വാക്കേറ്റവും ഒക്കെ നടത്തുന്നത് കണ്ടതാണ്. ഈ ബാരിക്കേഡ് ഭേദിക്കാനുള്ള ശ്രമം അവർ നടത്തുന്നത് കണ്ടതാണ്. ജലപീരങ്കിക്ക് മുന്നിൽ നിന്ന് പോലീസുകാർക്ക് നേരെ തിരിയുന്നത്, യുവമോർച്ച പ്രവർത്തകർ തിരിയുന്നത് കണ്ടതാണ്. അതുമാത്രമല്ല, ഈ സെക്രട്ടേറിയറ്റ് മതിലിന് വശം നിന്ന ഈ പോലീസുകാർക്ക് നേരെ യുവമോർച്ച പ്രവർത്തകർ പാഞ്ഞെടുക്കുന്നതൊക്കെ കണ്ടതാണ്. പക്ഷെ അപ്പോഴും പോലീസ് നേരത്തെ സൂചിപ്പിച്ച ഒരു സംയമനം പാലിച്ചു. ഇപ്പോൾ ഈ ബാരിക്കേഡിന് മുകളിൽ നിന്ന് ഇറങ്ങിയവർ, അത് സംസ്ഥാന അധ്യക്ഷൻ CP പ്രഫുൽകൃഷ്ണൻ അടക്കമുള്ളവർ ഈ ബാരിക്കേഡ് ഭേദിക്കാൻ, ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം, അത് ബാരിക്കേഡ് തകർത്ത് താഴെയിടാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് നടത്തുന്നു എന്നുള്ളതാണ്. ആ സമരം, അതായത് സംസ്ഥാന അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ടും ആ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. അത് നീട്ടി നിർത്തുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. മറ്റെന്തെങ്കിലും അവർ ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. അത് വീണ്ടും പോലീസുകാർക്ക് നേരെ ആ സമരം തിരിയുന്നു. ആ സെക്രട്ടേറിയറ്റിന് വശത്ത് നിൽക്കുന്ന, ആ മതിലിന് സമീപം നിൽക്കുന്ന പോലീസുകാർക്ക് നേരെ ഒരുമിച്ച യുവമോർച്ച പ്രവർത്തകർ, എണ്ണം കൊണ്ട് കുറവായ യുവമോർച്ച പ്രവർത്തകർ പോലീസിന്റെ ബാരിക്കേഡ് തള്ളുകയാണ്. അവർ പോലീസിന് നേരെ പ്രകോപനം ഉണ്ടാക്കുന്നുണ്ട്. നേരത്തെ യൂത്ത് കോൺഗ്രസ് സമരത്തിൽ കണ്ടതുപോലെ ഷീൽഡൊക്കെ പിടിച്ച് വാങ്ങുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പോലീസ് അപ്പോൾ അസാധ്യമായ ഒരു ക്ഷമയിൽ, അസാധ്യമായ സഹനത്തിൽ അങ്ങനെ നിൽക്കുകയാണ് യുവമോർച്ച പ്രവർത്തകരുടെ പ്രകോപനത്തിന് മുന്നിൽ. പിന്നെ ബാരിക്കേഡിന് മുകളിൽ കയറുക പോലെയുള്ള പതിവ് സമരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ബാരിക്കേഡ് പിടിച്ച് വാങ്ങാൻ അവിടെ യുവമോർച്ച പ്രവർത്തകരൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഒരു സംഘർഷ സമാനമായ സാഹചര്യം അവിടെയുണ്ട്. എന്ന് പറഞ്ഞതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ സമരത്തിൽ തുടങ്ങി, അത് KSUവിൻ്റെ സമരത്തിലൂടെ, ഇന്നിപ്പോൾ KPCയുടെ സമരത്തിലൂടെ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ യുവമോർച്ചയുടെ സമരത്തിലൂടെയൊക്കെ വലിയ സമരഭരിതമാകുന്നു. പ്രതിപക്ഷ സംഘടനകളാൽ സമരഭരിതമാകുന്നു. തലസ്ഥാനം എന്തായാലും ഇന്നിപ്പോൾ യുവമോർച്ചയുടെ മാർച്ചിൽ അസാധ്യമായ വല്ലാത്ത ക്ഷമയോടുകൂടി പോലീസ് അങ്ങനെ ഒന്നും യുവമോർച്ച പ്രവർത്തകർ ഒന്നും ചെയ്യാതെ അങ്ങനെ കാത്തു നിൽപ്പാണ്. അങ്ങനെ നിൽക്കട്ടെ, അങ്ങനെ തന്നെ വേണം നിൽക്കാൻ. പക്ഷേ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഒരു പരിധിയിൽ കൂടുതൽ പോലീസുമായുള്ള പ്രകോപനം ഉണ്ടാവാനും പാടില്ല. പക്ഷേ എല്ലാ സമരങ്ങളും കാണുന്നതാണ്. ഇത്തരത്തിലുള്ള ബാരിക്കേഡ് മറിച്ചിടൽ, പോലീസുമായി നേർക്കുനേർ ഏറ്റുമുട്ടലൊക്കെ എല്ലാ സമരങ്ങളും കാണുന്നതാണ്. ഇതിപ്പോൾ നേർക്കുനേർ ഒരു പോലീസുകാരനെ കൈക്ക് പിടിക്കലും ആ ഷീൽഡ് വലിച്ചു പറിക്കലും ഒക്കെ കാണുമ്പോഴും പോലീസ് ഒന്നും ചെയ്യാതെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും ക്ഷമാമൂർത്തികളായി അങ്ങനെ നിൽക്കുകയാണ്. നല്ല കാര്യമാണ്, അങ്ങനെ തന്നെ നിൽക്കുകയും വേണം. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് യുവമോർച്ചയുടെ നേതാവ് ഗണേഷ് അടക്കമുള്ളവർ സെക്രട്ടേറിയറ്റിൻ്റെ ബാരിക്കേഡ് ചാടിക്കടക്കാൻ ശ്രമിക്കുന്നു. യുവമോർച്ച നേതാവ് പ്രഫുൽകൃഷ്ണയുടെ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത്. യുവമോർച്ചയുടെ പല സമരങ്ങളും അതുകൊണ്ടാണ് ഈ അംഗസംഖ്യ കുറവ് എന്നുള്ളതാണ് നേതാക്കൾ പറയുന്നത്. എന്താണെന്ന് അറിയില്ല. എന്തായാലും യുവമോർച്ചയുടെ ഈ പ്രതിഷേധ മാർച്ചിന് ആൾ നന്നേ കുറവാണ്. യൂത്ത് കോൺഗ്രസിൻ്റെയോ KSUവിൻ്റെയോ ഒക്കെ സമരം വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം കൂടി ഒരു 250 പേര് പോലും ഇല്ലാത്ത സമരമാണ് ആ സമരം. ഇനി അതുകൊണ്ടാണോ പോലീസ് അങ്ങനെ വേറെ ടിയർ ഗ്യാസിലേക്കോ മറ്റ് ലാത്തിചാർജ് ആക്ഷനിലേക്കോ പോകാത്തെന്നറിയില്ല. അങ്ങനെ പോകാതെയും ഇരിക്കട്ടെ. അടികൊള്ളുന്നവരായാലും മനുഷ്യരാണ്. ആ അടികൊള്ളുക എന്ന് പറഞ്ഞാൽ ആ സമയത്തെ പോലീസിൻ്റെ അടി ഒരു പുരുഷായുസ് മുഴുവനും അതിൻ്റെ പരിക്കുകൾ ശരീരത്തിൽ പേർ ജീവിക്കേണ്ടി വരും ചില അടികൾക്ക്. അങ്ങനെ അടി ആർക്കും കൊള്ളാതിരിക്കട്ടെ. അവരുടെ ഭാവി ജീവിതത്തിലേക്ക് എല്ലാ കാലവും വേദനയായുള്ള നടുവിനും അല്ലാതെയും ഒക്കെ വേദനയായ പരിക്കുകൾ നിൽക്കാതിരിക്കട്ടെ. ആരെയും അടിക്കാതിരിക്കട്ടെ പോലീസ്. അതായത് ഇവിടെ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്, ഗോപകുമാർ, ഹാഷ്മി നിനക്കെന്താ യുവമോർച്ചക്കാരെ അടിക്കാഞ്ഞിട്ട് വല്ലാതെ അങ്ങ് ചൊറിയുന്നുള്ളൂ? ഗോവൻ ചേട്ടാ, അങ്ങനെ ആരെയും അടിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അടിക്കരുത്. അത് തന്നെ മാത്യു വർക്കി പറയും, നല്ല കാര്യമാണ് ഹാഷ്മി, പക്ഷപാതം പാടില്ല. അടിക്കുകയാണെങ്കിൽ എല്ലാവരും അടിക്കണം. യൂത്ത് കോൺഗ്രസ്സുകാരെ മാത്രം അടിക്കുന്നത് ശരിയില്ല. അല്ല ചേട്ടാ, മാത്യു ചേട്ടാ, ആരെയും അടിക്കരുത്. യൂത്ത് കോൺഗ്രസ്സുകാരെ എന്നല്ല, യുവമോർച്ചക്കാരെ എന്നല്ല, പ്രതിഷേധം നടന്ന യുവമോർച്ചക്കാരെ ആരെയും അടിക്കരുത് എന്നുള്ള വ്യക്തിപരമായ നിലപാടുള്ള ആളാണ് ഞാൻ. പക്ഷേ ആ സംയമനം യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും അല്ലെങ്കിൽ നവകേരള സദസ്സിനിടയിൽ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ്സുകാർക്ക് നേരെ ഒന്നും ഈ സംയമനം കണ്ടില്ല. അടിച്ചു കൂട്ടുകയായിരുന്നു അവരെ എല്ലാവരെയും. എന്തായാലും പോലീസിൻ്റെ ക്ഷമ നല്ല കാര്യമാണ്. അപ്പോൾ അതങ്ങനെ തുടരട്ടെ. അവിടെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രതിഷേധം തുടരുകയാണ്.